ഓണം വരുമ്പോൾ ഓണസദ്യ ഒരിലക്കകത്ത് നമ്മളെല്ലാ പ്രധാനപ്പെട്ട കറികൾ ഇട്ട് കഴിയുമ്പോൾ ചോറിടാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിനർത്ഥം 10 പ്രാവശ്യം ചോറ് മേടിക്കാൻ നല്ല. അപ്പൊ പരിപ്പ് കൂട്ടി കഴിക്കണം, സാമ്പാർ കൂട്ടി കഴിക്കണം, പുളിശ്ശേരി കൂട്ടി കഴിക്കണം, പായസം രണ്ട് തരം പായസം, അത് കഴിഞ്ഞ് മോരും രസവും കൂട്ടി. അമേരിക്കക്കാരുടെയും അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ ഒരു ഭക്ഷ്യരീതി നമ്മുടെ ഒരു ഭക്ഷ്യരീതി നോക്കുകയാണെങ്കിൽ അവരുടെ ഭക്ഷ്യരീതിക്കകത്ത് അവർ മീറ്റ് ഓറിയൻറ്റഡ്, മീറ്റ് ആയിരിക്കും മുൻഗണന. സാൻഡ്വിച്ചസ്, സംഭവങ്ങൾ, സാലഡ്സ്, പിസ്സാസ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ അതിനകത്തൊരു ഒരു ഒരു നമ്മൾ ഈ പറയുന്ന സോക്കോൾ ജങ്ക് ഫുഡിൻ്റെ ഒരു ലേബലിൽ പെടുത്താൻ പറ്റുന്നതായിരിക്കും മജോറിറ്റി ഓഫ് സാധനങ്ങളും. പക്ഷേ അവരാണോ കൂടുതൽ ഹെൽത്തിയർ അതോ ഇന്ത്യക്കാരാണോ? അവരുടെ ഭക്ഷണ രീതി അവരുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ, അവരുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായ രീതിയിലാണ് അവർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ഉദാഹരണം പറഞ്ഞ US പോലും നമ്മളിവിടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല. ഞാൻ 2 years ബിഫോർ ഞാൻ US പോകുന്ന സമയത്ത് രാത്രിയിലൊരു 11 വരെ നല്ല പകലാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു കുറച്ച് മാസത്തോടെ കഴിഞ്ഞാൽ വൈകിട്ടൊരു 5 മണിയാകുമ്പോൾ ഇരുട്ടാകും എന്നാ പറയാം. സോ അങ്ങനെ കാലാവസ്ഥ ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ച് ഭക്ഷണത്തിലുള്ള രീതികൾ ടോട്ടലി മാറും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ മീറ്റ് ബേസ്ഡ് ആണ് എന്ന് പറയുമ്പോഴും അവർ ബ്രെഡാണ് എന്നൊക്കെ പറയുമ്പോഴും അവരതിനെ അവരുടെ പ്ലേറ്റ് ഭയങ്കര രസമായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ സാലഡ്സ് അവർക്ക് എപ്പോഴും കൂടുതലാണ്. നിങ്ങൾ എന്തെടുത്താലും അവിടെ സാലഡ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ 2, മീറ്റ് നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മളുടെ നാട്ടിൽ നമ്മൾ അവൈലബിൾ ആക്കുന്ന പോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ ഓവറായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തുള്ള മീറ്റേ അവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് 665 ഒന്നും നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നിങ്ങൾക്ക് അവർ വളരെ മിനിമം മസാലയിൽ നന്നായിട്ട് ബോയിൽ ചെയ്തുള്ള മീറ്റാണ് നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത്. ഇനി നിങ്ങൾ സാലഡ്സിലേക്ക് പോയാലും അവർക്കൊരു ബാലൻസിങ് ഉണ്ട്. ഈ പറയുന്ന മീറ്റും വെജിറ്റബിൾസും ആയിട്ടുള്ള ഒരു ബാലൻസിങ്ങിലൂടെയാണ് അവരതിനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടേതാണോ നമ്മുടേതാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, നമ്മളുടെ ഭക്ഷണം മിതമായിട്ട് കഴിച്ചാൽ നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ നാടിന് വേണ്ടത്. അമേരിക്കയിലെ എല്ലാ ഭക്ഷണവും കേരളത്തിൽ വന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. കേരളത്തിലെ എല്ലാ ഭക്ഷണവും അമേരിക്കയിൽ പോയി കഴിക്കാൻ പറ്റുമോ? അതുമില്ല. അത് ഓരോ സ്ഥലങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്. പിന്നെ നിങ്ങൾ ഹെൽത്ത് പെർസ്പെക്റ്റീവ് മാത്രമാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ആരോഗ്യത്തിന് നല്ലതാണോ ഇല്ലയോ, കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവരുടെ ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വിച്ച് ഈസ് ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പരിധിവരെ അവരുടെ ഭക്ഷണ രീതി അത്ര മോശമാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മളുടെ ഭക്ഷണ രീതി എവിടെയാണ് മോശമാവുന്നത്? നമ്മളുടെ ഭക്ഷണ രീതി ഓവറായിട്ടുള്ള ഈ അരിയാഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്തുള്ള ഭക്ഷണ രീതി മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളതല്ലാതെ നമുക്ക് നല്ല ഭക്ഷണങ്ങളുണ്ട്. ചെറുപയർ പുഴുങ്ങിയതുപോലെ, കടല പുഴുങ്ങിയതുപോലെ, നമ്മൾ കുറച്ച് പുട്ടിൻ്റെ കൂടെ ഈ പറയുന്ന പ്രോട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ 1-2 അപ്പം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് 2-3 നമുക്ക് മുട്ട ഇൻക്ലൂഡ് ചെയ്ത് പ്രോട്ടീനും ഈ പറഞ്ഞ ഗ്ലൂക്കോസൊക്കെ ബാലൻസ് ചെയ്ത് കഴിക്കാൻ പറ്റിയാൽ നമ്മുടെ ഭക്ഷണ രീതി വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് കൾച്ചറാണ് നമുക്കുള്ളത്. അതായത് അവിടെ കിട്ടുന്ന പിസയും ബർഗറും ഒന്നും അല്ല ഇവിടെ കിട്ടുന്നതെന്ന്. അല്ല അവിടെ കിട്ടുന്ന പിസയും ബർഗറും ഒരു പക്ഷെ ഇവിടെ കിട്ടിയാലും അതെപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. അവിടുത്തെ കാലാവസ്ഥ, ഇവൻ അവിടുത്തെ ലൈഫ് റൊട്ടീൻ എങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലി തന്നെ വ്യത്യസ്തമാണ്. അവരിൽ ഒരു മോർ ദാൻ 60-70% ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കാത്തവരാണ്. ദേ വിൽ കം ഡയറക്ട്ലി ടു ദ ലഞ്ച്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ബാറോ അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അവരുടെ ലൈഫ് സ്റ്റൈലേ ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയും. അവരുടെ ജീവിതശൈലി, കാലാവസ്ഥ, സാഹചര്യം എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ ശൈലി ഡിഫറെൻ്റ് അല്ലേ? നമ്മളുടേത് വളരെ വ്യത്യസ്തമായ ഒരു ലോകമല്ലേ. ഇപ്പം ഞാൻ 2 വർഷത്തിൽ ഒരു മാസം അവിടെ പോകുന്ന ആളാണ്. പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. അത് ഓരോ സ്ഥലത്തിൻ്റെയാണ്. ഇപ്പം നമ്മൾ ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അകത്ത് സ്പൈസസ്, മസാലാസ് ഒരു ഭീകര ഫാക്ടറാണ്. അപ്പം ഈ മസാലാസ് എല്ലാം ചേർത്ത് ഓവറായിട്ട് മസാല ചേരുന്നതും നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇതിൻ്റെ ബാലൻസിങ് ആവശ്യമുള്ളൂ. ഇതെല്ലാം ഒഴിവാക്കണമെന്ന് ആവശ്യമില്ല. ഇന്ത്യയുടെ സ്പൈസസിനകത്ത് പെടുന്ന സാധനമല്ല അജിനോമോട്ടോ. അജിനോമോട്ടോ ആണ് നമുക്ക്
വൺ ഓഫ് ദ വില്ലൻ. പക്ഷെ എല്ലാവരും എല്ലാത്തിലും ചേർക്കുമല്ലോ ബിരിയാണിയിലൊക്കെ. ഫുഡ് ഇപ്പം പല ഫുഡ് ചെയിൻസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഫുഡ് വ്ളോഗേഴ്സ് തന്നെ ചൈനയിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾ കായം ചേർക്കുന്നത് പോലെയുള്ളൂ, അജിനോമോട്ടോ അത്ര ഭീകരനല്ല എന്നൊരു ഒരു ഒരു POV കൂടെ ഇപ്പം ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. അല്ല, അജിനോമോട്ടോ ഭീകരനല്ലേ? അത് എന്തോ ഓർഗാനിസം അല്ലേ? അജിനോമോട്ടോ 100% ഭീകരനാണ്. അജിനോമോട്ടോ ക്യാൻസറസ് ആണ്. അജിനോമോട്ടോ യൂസ് ചെയ്യാൻ ഒരു വളരെ മിനിമത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് കടുത്ത പ്രശ്നങ്ങൾ വരെ ഇവിടെ ഉണ്ട്. മീൻസ് ലീഗലി വരെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന എന്താണത്? അതൊരു ഓർഗാനിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ക കെമിക്കലാണ്. ഈ ടേസ്റ്റിന് വേണ്ടി നമ്മളുടെ ശരീരത്തെ കൊല്ലുന്നൊരു സംവിധാനമാണ് അത്. പക്ഷേ ഈ ഫുഡ് വ്ളോഗർ പറഞ്ഞത് ഇത് ഒരു ഫിഷ് ഓയിലിന്റെ എസെൻസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. അപ്പോൾ ചൈനീസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ചൈനീസിൽ അവിടുത്തെ ഒരു കുക്കാണ് ഇത് കുക്ക് ചെയ്യുമ്പോൾ പറയുന്നത് ഇത് അജിനോമോട്ടോയാണെന്ന് പറയും. ഇത് നമുക്ക് അജിനോമോട്ടോ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ റെഫർ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കെമിക്കൽ അല്ല, ഇത് ഭീകരനല്ല എന്നൊരു കൺസെപ്റ്റ് ആ വീഡിയോയിലൂടെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇല്ല, നമ്മളുടെ ഇതുവരെയുള്ള അറിവിൽ അജിനോമോട്ടോ ഒരു നല്ലൊരു സംഭവമല്ല, ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഇന്ത്യൻ സ്പൈസസ് ഉണ്ടല്ലോ, ഇതെല്ലാം നല്ലതാണ്. ഇന്ത്യൻ സ്പൈസസ് എല്ലാം മാജിക്കലി നല്ലതാണ് ഹെൽത്തിന്. അതിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷെ അതിൻ്റെ മിക്സ് നമുക്ക് അതിൻ്റെ ഒരു ഈ പറഞ്ഞ റേഷ്യോ ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതിനെ ഈ പറഞ്ഞ റെഡ് ചില്ലി പൗഡറായിട്ട് മാത്രം ഇന്ത്യൻ സ്പൈസസിനെ നിങ്ങൾ ചുരുക്കരുത്. ആ മസാല, ഇപ്പോൾ കരം മസാല എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവങ്ങളുടെ ആ ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ, ആ കൂട്ട് ഭയങ്കര സുഖമുള്ള, ആരോഗ്യത്തിന് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അല്ല, ഈ മസാല എന്തൊക്കെ കൂട്ട് നന്നായാലും ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തിട്ട് ഇളക്കിയിട്ടാണല്ലോ അത് റെഡിയാക്കുന്നത്. അതെ, അല്ല ഞാൻ പറയുന്നത് അതല്ലാതെ നമുക്കിപ്പോ നെയ്ക്കകത്ത് വളരെ മിനിമമിലായിട്ട് ഇതൊക്കെ ചെയ്യാം. ഇപ്പോ ഇന്ത്യൻ ഫുഡ് കൾച്ചർ എന്നുള്ളത് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദാറ്റ്സ് അറ്റ് മൈ പോയിന്റ്. അല്ലാതെ ഇന്ത്യയുടെ ഫുഡ് കൾച്ചർ മോശമാണ് അല്ല, ഇന്ത്യയുടെ ഫുഡ് കൾച്ചർ നല്ലതാണ്. പക്ഷെ ഇന്ത്യയിൽ സമയത്തിൻ്റെ ലാഭത്തിന് വേണ്ടി, ഓവറായിട്ടുള്ള രുചിക്ക് വേണ്ടി, നമ്മുടെ മടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഷോർട്ട് കട്ടുകൾ നമുക്ക് നല്ലതല്ല. വളരെ ക്ലിയർ ആണ്. അതൊരിക്കലും നല്ലതാവാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഈ അമേരിക്കക്കാരൻ നമ്മളെക്കാളും ഭേദമാണെന്ന് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് പറയേണ്ടി വരാറില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റൈസ്, ഇപ്പോൾ ഓണം വരുമ്പോൾ ഓണ സദ്യ, ഇപ്പോൾ ചോറ് ഒരിലക്കകത്ത് നമ്മളെല്ലാ പ്രധാനപ്പെട്ട കറികളും ഇട്ട് കഴിയുമ്പോൾ ചോറിടാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിനർത്ഥം 10 പ്രാവശ്യം ചോറ് മേടിക്കാന്നല്ല. അതിനർത്ഥം ചോറ് അത്ര വേണ്ടു എന്നുള്ളൂ. അവിയൽ കൂടുതൽ തരുന്നുണ്ട്, ഓലൻ നിങ്ങൾക്ക് കൂടുതൽ തരുന്നുണ്ട്, കൂട്ടുകറി കൂടുതൽ തരുന്നുണ്ട്, അച്ചാർ കുറച്ചേ തരുന്നുള്ളൂ, ഉപ്പ് ഒരു പൊടിക്കേ ഉള്ളൂ. അതത്രയും മതി എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ പരിപ്പ് കൂട്ടി കഴിക്കണം, സാമ്പാർ കൂട്ടി കഴിക്കണം, പുളിശ്ശേരി കൂട്ടി കഴിക്കണം, പായസം രണ്ട് തരം പായസം, അത് കഴിഞ്ഞ് മോരും രസവും കൂട്ടി കഴിക്കണം. ആദ്യം മേടിക്കുന്ന ചോറ് എന്നുള്ളതാണ് ഓണം സദ്യയിലെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പോർഷൻ. ഒരു ഐഡിയൽ സദ്യയിൽ നമ്മൾ ആ ചോറ് കഴിച്ചാൽ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ കറക്റ്റായിട്ടുള്ള മിക്സ് വരികയും ഒരു ഹെൽത്തി പ്ലേറ്റ് ഒരു പരിധി വരെ അത് മാറുകയും ചെയ്യും. അതിന് മാജിക് എവിടെയാണെന്നറിയോ? വൺസ് ഇൻ എ വയൽ നമ്മൾ സെലിബ്രേഷന് വേണ്ടി കഴിക്കുന്നതാണ് ഓണസദ്യ. ആ ഓണസദ്യ പോലും ഒരു പരിധി വരെ ഹെൽത്തിയാണ്. അപ്പൊ ഇന്ത്യൻ ഫുഡ് കൾച്ചർ ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല. നമ്മളുടെ ആഘോഷങ്ങളിൽ ശരിക്കും നമ്മൾ പറയത്തില്ലേ, നമുക്ക് ഒരു ദിവസമൊക്കെ അടിച്ചു പൊളിക്കാം, അങ്ങനെ പോലും നമ്മളെ വിട്ടിട്ടില്ലെന്ന്. വർഷത്തിലൊരു ദിവസം അടിച്ചു പൊളിക്കേണ്ട ദിവസം പോലും ഹെൽത്തി ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു ലോകത്താണ്. അതിന്റെ ഡബിൾ കഴിച്ച് അടിച്ചു പൊളിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 365 ദിവസം ഓണസദ്യ വെക്കുന്ന സ്ഥലമാണ്. പൊതുവെ ഡോക്ടറെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിക്കരുത് മാത്രം പറയുന്നതുകൊണ്ട്, പക്ഷെ ഒരു കറക്റ്റുണ്ട്, കഴിച്ചോളൂ, മിതമായി കഴിക്കുക. ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നാളെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് കഴിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഭക്ഷണമെല്ലാം ഉപേക്ഷിക്കണം, അങ്ങനൊന്നും അല്ല. നിങ്ങൾക്കെല്ലാം കഴിക്കാം. നിങ്ങൾ ബാലൻസ് ചെയ്ത് കഴിക്കുക. നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട, സ്വന്തം ബോഡിയെ റെസ്പെക്റ്റ് ചെയ്യുക. നമുക്ക് എന്താണ് നല്ലത്, എന്താണ് മോശം എന്നൊരു ബോധ്യം നമുക്കുണ്ടല്ലോ. അപ്പം നമ്മളത് കഴിക്കുന്നതിന് നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ഞാൻ ഇന്ന് കഴിച്ചു കഴിഞ്ഞ സാധനം എനിക്ക് കുഴപ്പമില്ല എന്ന് എനിക്ക് എന്നോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. അതല്ല ഞാൻ ഇന്ന് ഓവറായിട്ട് കാർബോ ഗ്ലൂക്കോ കഴിച്ചിട്ടുണ്ടെങ്കിൽ
അതിനെ വർക്കൗട്ട് ചെയ്തോ അല്ലെങ്കിൽ അതിനെ വേണ്ട രൂപത്തിൽ എൻ്റെ ശരീരത്തിൽ അതിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എനിക്കുണ്ടായാൽ മതി. അതെനിക്കുണ്ട്. ഞാനൊരു കാര്യം കഴിക്കുമ്പോൾ അതെൻ്റെ ബോഡീനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്താണ് കഴിക്കുന്നത്. ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ശരീരത്തിൽ വരാൻ സാധ്യത എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇഡലിയും ദോശയൊക്കെ വല്ലപ്പോഴും എൻ്റെ പ്ലേറ്റിലുണ്ടാവും. അല്ലാതെ ഇതൊന്നും ഞാൻ ജീവിതത്തിൽ കാണാത്ത ആൾക്കാരല്ല. പക്ഷേ അതിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണം. നമ്മളുടെ മുമ്പിൽ വരുന്ന പ്ലേറ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്നുള്ളത് കൺട്രോൾ ഉണ്ടാവണം. അപ്പോൾ അമേരിക്കക്കാരൻ്റെ ഫുഡും ഇന്ത്യക്കാരൻ്റെ ഫുഡും ഹെൽത്തി ആക്കാൻ നമുക്ക് പറ്റും. അമേരിക്കയിലാണോ ഇന്ത്യയിലാണോ ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തും ഹെൽത്തി ആണെന്നേ. ഇത് നമ്മളാണല്ലോ ഇതിനെ ചേഞ്ച് ചെയ്യുന്നത്. അമേരിക്കയിലെ കെൻഡുക്കിയിൽ കഴിക്കുന്ന ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് ഇവിടെ KFC ആയിട്ട് വന്ന് തരംഗം ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പം ഡോക്ടർ പറഞ്ഞനുസരിച്ച് അവിടെ അവർ ഈ പറയുന്ന ഒരു ബക്കറ്റ് 12 പീസ് 15 പീസ് ഒറ്റയടിക്കുന്നത് കഴിക്കുന്നതല്ല, ഒന്നോ രണ്ടോ പീസ് ആയിരിക്കും കഴിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഈ അവരങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം വേറെ ഭക്ഷണം അവർ കഴിക്കുന്നുണ്ടായില്ല, അല്ലെങ്കിൽ അവർ അതിൽ ഭയങ്കര കൺസേൺ ആണ്. നമ്മൾ വൈകുന്നേരം ടീക്ക് ചായയുടെ കൂടെയാണ് ഈ പറഞ്ഞ ബക്കറ്റ് ചിക്കൻ ഒക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ചോറ് ഉണ്ണും. അത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത് കൾച്ചറാണല്ലോ. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. നമുക്ക് എന്താണ് ഇപ്പം ഞാൻ ഇത് വൈവിധ്യങ്ങൾ എന്നും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ സൗത്ത് അമേരിക്കയിൽ അർജൻറ്റീനയുടെ ഒരു സിറ്റിയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന സൗത്ത് അമേരിക്കയിൽ ഇന്ത്യൻസ് വളരെ കുറവാണ്. അർജൻറ്റീന ബ്യൂണസ് ഐറസിലാണ്. അവിടെ ടോട്ടലി മലയാളികൾ വളരെ കുറവാണ്. അപ്പോൾ കഴിക്കുന്നതിൽ ആ നാട്ടുകാരാണ്. അപ്പോൾ ആ നാട്ടുകാർക്ക് ഈ ഫുഡിനോട് ഇഷ്ടം തോന്നിട്ട് കഴിക്കുന്നതാണ് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്കിപ്പോൾ പിസ്സ കഴിക്കുന്നതിനോടൊക്കെ ഇതൊന്നും പ്രശ്നമുണ്ടെന്നല്ല. പക്ഷെ എവിടെയാണ് നമ്മളെ ലിമിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ള ബോധം നമുക്കുണ്ടാവും. 3 നേരം KFC കഴിക്കാനുള്ളതല്ല, ഡെഫിനറ്റ്ലി അല്ല.